ഇപ്പം നമ്മൾ പ്രശാന്ത് കിഷോർ ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ ഗെയിം അടുത്ത ഇലക്ഷൻ ആയിരിക്കും, ഈ ഇലക്ഷൻ ആയിരിക്കില്ല. പക്ഷേ ഈ ഇലക്ഷൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം ഇദ്ദേഹം അധികാരത്തിൽ കൊണ്ടുവന്ന എല്ലാ നേതാക്കളും വലിയ രാഷ്ട്രീയ നേതാക്കളായിരുന്നു. അല്ലാതെ അറിയപ്പെടാത്തൊരു നേതാവിനെ ഇലക്ഷന് കൊണ്ടുവന്ന് ജയിപ്പിച്ച ഒരു ചരിത്രം പ്രശാന്ത് കിഷോറിനില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പുള്ളി എടുത്തത് CAA-ക്കെതിരാണ്. ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന, ഗുജറാത്തിൽ മാത്രം അറിയപ്പെടുന്ന കുറച്ച് BJP സർക്കിളിൽ മാത്രമുള്ള ഒരാൾ എങ്ങനെ ഒരു നാഷണൽ ഗ്ലോബൽ ലീഡറാക്കാം, അതാണ് ഇവിടുത്തെ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗിന് അയച്ചു, പല മുഖ്യമന്ത്രിമാർക്കും അയച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു, നരേന്ദ്രമോദി, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയിൽ നിന്ന്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ബ്രീഫ്, എന്തൊക്കെ അദ്ദേഹം ചെയ്യും, എങ്ങനെ ചെയ്യുന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. രണ്ട്, അദ്ദേഹം ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ആ പ്രധാനപ്പെട്ട ബോസിനെ അദ്ദേഹത്തിന് 24 മണിക്കൂറിനും ആക്സസ് വേണം. അല്ല, ഇങ്ങനൊരു തന്ത്രജ്ഞൻ ആദ്യമായിട്ടാണ് ഒരു മുൻകില രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പണ്ടുള്ള തന്ത്രജ്ഞന്മാരും ബാക്ക് റൂം ബോയ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവരിപ്പം കോൺഗ്രസിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രവീൺ ചക്രവർത്തിയോ രമേശോ ഇങ്ങനെയുള്ളവരൊക്കെ അതിനപ്പുറത്തോട്ട് അവർ പോകുന്നില്ലല്ലോ. മറ്റ് ജാതിയിലുള്ളവർ ഇപ്പം കാസ്റ്റിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാർ ചിന്തിച്ച് പ്രശാന്ത് കിഷോർ നോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. PK എന്നറിയപ്പെടുന്ന പ്രശാന്ത് കിഷോറിനെ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യക്കറിയാം. ആദ്യത്തെ 10 വർഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന റോളിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. പുതിയ പാർട്ടി രൂപീകരിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പ്രശാന്ത് കിഷോർ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമോ? പ്രശാന്ത് കിഷോർ ജയിക്കുമോ അതോ മറ്റുള്ളവരെ തോൽപ്പിക്കുമോ? എന്തൊക്കെയാണ് ബീഹാറിൽ സംഭവിക്കുന്നത്? പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള നേട്ടമാണ് കൊയ്യാൻ കഴിയുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ജയന്ത് ജേക്കബാണ്. ജയന്തിൻ്റെ പത്രപ്രവർത്തന ജീവിതം തന്നെ ഇപ്പോൾ 2.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്, 25 വർഷം തികയാണ്. അപ്പോൾ ഈ കാലത്തിനുള്ളിൽ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ തുടങ്ങിയ നിരവധി ആൾക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രശാന്ത് കിഷോറുമായിട്ടും ഉറപ്പായിട്ടും അങ്ങ് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കാര്യം നേരത്തെ ജയന്തിൻ്റെ ഒരു മാധ്യമപ്രവർത്തന ജീവിതം തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നിരവധി പത്രങ്ങൾ, എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയ നിരവധി പത്രങ്ങളിൽ അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശാന്ത് കിഷോറിന് അങ്ങ് അടുത്ത് നിന്ന് നിരവധി തവണ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആരാണ് പ്രശാന്ത് കിഷോർ തുടക്കം മുതൽ ഒന്ന് പറയാമോ? പ്രശാന്ത് കിഷോറിനെ നമ്മൾക്കറിയാവുന്നത് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ടാണ്. പ്രശാന്ത് കിഷോർ ഇപ്പം 47-48 വയസ്സുള്ള ഒരു ബീഹാറിൽ നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായി രംഗപ്രവേശം നടത്തി ഒരു രാഷ്ട്രീയക്കാരനായി മാറിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ഹെൽത്ത് ആക്ടിവിസ്റ്റ്, ഹെൽത്ത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ തുടങ്ങുന്നത്. അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ഹെൽത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്തിട്ടുണ്ട്. അന്നേരം അന്ന് തൊട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു സാമൂഹികപരമായി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടണം എന്ന് ഉള്ളൊരു താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ. അദ്ദേഹത്തിൻ്റെ പുറകോട്ടുള്ള കഥകൾ നോക്കിയാൽ വളരെ രസകരമായ കഥകളാണ്. ഈ 2007 അദ്ദേഹം രാഹുൽ ഗാന്ധിയെ, UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ വന്ന് കണ്ടിട്ട് കുറേ ഐഡിയകളൊക്കെ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് തീർച്ചയായിട്ടും പുള്ളിക്ക് സിലബസ് അതെ. അന്നേരം രാഹുൽ ഗാന്ധിയെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് അമേഠിയിലെ MP ആണ് രാഹുൽ ഗാന്ധി, അവിടെ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള ഒരു പ്രോജക്റ്റും ചിന്തയൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒന്നേ UPA സർക്കാരിൻ്റെ ഇത് 2007 കാര്യമാണ്. പക്ഷെ പ്രശാന്ത് കിഷോറിന് അതത്ര വലിയ താല്പര്യമായിട്ടൊന്നും തോന്നിയില്ല, അദ്ദേഹം പോവുകയാണ്. പിന്നെ പ്രശാന്ത് കിഷോറിനെ പറ്റി നമ്മൾ അറിയുന്നത് പറഞ്ഞാൽ 2010 അദ്ദേഹത്തിന് വെസ്റ്റ് ആഫ്രിക്കയിലെ ചാഡ് എന്ന രാജ്യത്ത് ഒരു UN ഹെൽത്ത് മിഷനിൽ അദ്ദേഹം പോകുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ മാറ്റിമറിച്ചത്. അന്നേരം ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നൊരു സ്ഥലമാണ്, അവിടെ ഫ്രഞ്ച് വേണം. അന്നേരം യാതൊരു വിധമായ ഫ്രഞ്ചും ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ ഇതിനെപ്പറ്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് അടുപ്പമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഫ്രഞ്ച് പഠിക്കാൻ കുറച്ച് സമയമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചാഡിൽ ചെല്ലുന്നു. അന്നേരം അവിടെയൊക്കെ ഇരുന്ന പുള്ളി ഐക്യരാഷ്ട്ര സംഘടന UN ഹെൽത്തിൻ്റെ പല കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന 2011 അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം കാണുകയുണ്ടായി. അതായത് ആ റിപ്പോർട്ട് പറഞ്ഞത് ഇന്ത്യയിലെ ഹെൽത്ത് മേഖലയെ, ആരോഗ്യ മേഖലയെ പറ്റിയുള്ളൊരു പഠനത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. അത് ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ ഹെൽത്ത് നിലവാരം വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അന്നേരം അദ്ദേഹം അതിനെ തിരിച്ചു. അദ്ദേഹം ഒരു റിപ്പോർട്ടുണ്ടാക്കി എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഹെൽത്തിൻ്റെ അവസ്ഥ, അത്
അതിലുള്ള പ്രശ്നങ്ങളെല്ലാം വെച്ചിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിക്ക് അയച്ചു, പല രാഷ്ട്രീയ നേതാക്കൾക്കും അയച്ചു. ആ കൂട്ടത്തിൽ അയച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്ന സമയത്ത് മൻമോഹൻ സിംഗിന് അയച്ചു, പല മുഖ്യമന്ത്രിമാർക്കും അയച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു നരേന്ദ്രമോദി, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയിൽ നിന്ന്. അങ്ങനെ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ടീം സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്നേരം പ്രശാന്ത് കിഷോർ പറയുന്നു എനിക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണണം. അങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു. 2011 അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ചില ചുമതലകളൊക്കെ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ മോദിക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ ഒരു പ്രത്യേക ആഭിമുഖ്യം തോന്നുകയും 2012 പുള്ളിയുടെ 3ാമത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അന്നേരം പ്രശാന്ത് കിഷോർ തന്നെ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഇതറിയാം. 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ബ്രീഫ്, എന്തൊക്കെ അദ്ദേഹം ചെയ്യും, എങ്ങനെ ചെയ്യുന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. 2, അദ്ദേഹം ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ആ പ്രധാനപ്പെട്ട ബോസിനെ അദ്ദേഹത്തിന് 24 മണിക്കൂറിനും ആക്സസ് വേണം. അത് പുള്ളി കട്ടായം പറയുന്ന 2 കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദി അത് അംഗീകരിക്കുന്നു. അദ്ദേഹം താമസിച്ച് തന്നെ എന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി, ഓഫീസ് വസതി ഒന്നിച്ചുള്ള അങ്ങോട്ട് അദ്ദേഹം മാറുന്നു. അവിടെ അദ്ദേഹം പ്രവർത്തനം തുടങ്ങുന്നു. അതെ, ആണ് അദ്ദേഹം തുടങ്ങുന്നത്. അതെ, അതെങ്ങനെയായിരുന്നു. അന്നേരം അദ്ദേഹം എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബീഹാറിൽ സുമോദൻ അറിയാവുന്ന പോലെ സർക്കുലർ റോഡിൽ 7ാം നമ്പറാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് എന്ന് പറയുന്നത്. അന്നേരം പ്രശാന്ത് കിഷോർ അന്ന് 2015 അവിടെ ചെന്നപ്പോഴും ഒരു ഹോൾവേയിൽ ഒരു നടക്കൊരു ഇടവഴിയുണ്ട് ബംഗ്ലാവിൻ്റെ, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണാവുന്നൊരു മുറി തന്നെയാണ് അന്ന് പ്രശാന്ത് കിഷോർ ഇരുന്നത്. ഒരു ഇക്കാര്യത്തിൽ അദ്ദേഹം അന്നും ഇന്നും വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ 2012 കൂടെ കൂടുന്നു. അങ്ങനെ 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് ഈ ക്യാമ്പയിൻ്റെയും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തെ ഈ ചുമതല പല രീതിയിൽ വരികയുണ്ടായി. അന്നേരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് കണക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പം നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഗുജറാത്ത് ഈ 243 സീറ്റാണ് ബീഹാറിൽ, അതിൽ എല്ലാ മണ്ഡലത്തിലും എന്താണ് ഏതാണ് എന്നൊക്കെ പുള്ളി പറയും. അതുപോലെ എല്ലാം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ചിന്തയുള്ള ഒരാളാണ്. ഡേറ്റ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ, ഇത് എന്ത് പറഞ്ഞാൽ ജനങ്ങളിൽ ഇത് എത്തും എന്നുള്ള ഒരു ഇത്. അന്നേരം എന്ന് പറഞ്ഞാൽ 2013-14 വരുന്ന ഒരു സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതെ, അതിലോട്ട് ഞാൻ വരികയാണ്. അന്നേരം വരുന്നതെന്ന് പറഞ്ഞാൽ 2014 ആയപ്പോൾ അതൊരു ഭയങ്കര കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ് അദ്ദേഹം വരുന്നത്. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ മറുവശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം അധികാരത്തിൽ കൊണ്ടുവന്ന എല്ലാ നേതാക്കളും വലിയ രാഷ്ട്രീയ നേതാക്കളായിരുന്നു. അല്ലാതെ അറിയപ്പെടാത്തൊരു നേതാവിനെ ഇലക്ഷന് കൊണ്ടുവന്ന് ജയിപ്പിച്ച ഒരു ചരിത്രം പ്രശാന്ത് കിഷോറിനില്ല. 2012 ശ്രീ നരേന്ദ്രമോദി അപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലായാലും 10 വർഷം തികയാണ്. ഇനി ഈ ലാസ്റ്റ് മൈൽ ഈസ് ദ ലോങ്സ്റ്റ് മൈൽ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു അടുത്തൊരു ഘട്ടം വന്നു കഴിയുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 5 വർഷം എങ്ങനെയായാലും കടന്നു പോകാന്ന് വെച്ചാൽ, പക്ഷെ 10 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കായാലും അതിനുശേഷം നിതീഷിനായാലും ഈ 10ാം വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡിങ്, മെസ്സേജിങ്, കമ്മ്യൂണിക്കേഷനിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശക്തി എന്ന് പറയുന്നത്. അന്നേരം ഇപ്പോൾ 2014 കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രശാന്ത് കിഷോർ നേരിട്ടൊരു ഇതുണ്ടാക്കുകയല്ല ചെയ്തത്. കാരണം അന്ന് നമുക്ക് ഓർമ്മയില്ലേ, ഈ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി ഒരു NGO പോലെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നു, CAG. അതിൻ്റെ അകത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വളരെ പ്രഗത്ഭരായ പിള്ളേരൊക്കെ അതിൽ വരുന്നു. IIM പഠിച്ചവർ, IIT പഠിച്ചവർ, ജെറ്റ്യൂഷ് ബാങ്ക് അല്ലെങ്കിൽ JP മോർഗൻ, ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ട് മോദിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വരുന്നു. ഇന്ത്യയുടെ ഒരു മാറ്റം അതെ, ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനെ പുള്ളി റാഡിക്കലൈസ് ചെയ്തൊരു മനുഷ്യനാണ്. അന്നേരം നേരത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് പാർട്ടിക്കാരുടെ ഒരു കൂടുതലും അങ്ങനെ PR ഏജൻസി ഉണ്ട്, ആൾക്കാർ ഇടപെടുന്ന രീതിയിലേക്ക് അല്ല. PR ഏജൻസി അന്നുണ്ട്. നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന പല PR ഏജൻസികളും ഇലക്ഷൻ മാനേജ്മെന്റ്, ഇലക്ഷൻ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ വിസിബിൾ ആയിരുന്നില്ല, ഇത്ര രാഷ്ട്രീയക്കാർ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് അവരുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇലക്ഷൻ പ്രധാനമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ ആയിരിക്കും. എന്നാൽ ഈ PR ഏജൻസിക്ക് ചില പ്രത്യേക ചുമതലകളൊക്കെ കൊടുത്തു, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അല്ലാതെ കൃത്യമായി ഇതിൻ്റെ കേന്ദ്ര താക്കോൽ സ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യുന്നത് പ്രശാന്ത് കിഷോറാണ്. അന്നേരം അത് ഭയങ്കര സ്ട്രാറ്റജൈസാണ് പുള്ളി ചെയ്തത്. അന്നേരം അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ബ്രാൻഡിങ് പുള്ളി കംപ്ലീറ്റ്ലി മാറ്റുന്നു. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ സുമോദിന് ഇപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. കാരണം ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും
ഒരു 3D പ്രൊജക്ഷൻ വെച്ചിട്ട് വാനുകൾ പോയിട്ട് നരേന്ദ്രമോദി നേരിട്ട് സംവേദിക്കുന്ന പോലെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചായ് പേ ചർച്ച ഉണ്ടാകുന്നു, മന്ഥൻ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് മോദിയെ കുറച്ചുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കൂടുതൽ ജനകീയനാകുന്ന രീതിയിൽ, ഉദാഹരണത്തിന് അതിനു മുമ്പ് ഗുജറാത്ത് കൂട്ടക്കൊലയുടെ ഒരു പാപഭാരവുമായി നിൽക്കുന്ന ആളെ അത് അപ്പോഴത്തേനും പാവഭാരമൊക്കെ കുറേ മാറിക്കഴിഞ്ഞു. അപ്പോഴത്തേന് ഇത് തുടങ്ങിയ ഒരു 10 വർഷം കഴിഞ്ഞു. അപ്പോഴത്തേന് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മറ്റു പല പ്രമുഖരും അദ്ദേഹത്തെ അംഗീകരിച്ചു. ബിസിനസ്സുകളൊക്കെ ഗുജറാത്തിൽ വരുന്നു. ഇനി അവിടെ നിന്നുള്ള ബ്രാൻഡിങ് ആണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ ഇതല്ല. ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന, ഗുജറാത്തിൽ മാത്രം അറിയപ്പെടുന്ന കുറച്ച് BJP സർക്കിളിൽ മാത്രമുള്ള ഒരാൾ എങ്ങനെ ഒരു നാഷണൽ ഗ്ലോബൽ ലീഡറാക്കാം, അതാണ് ഇവിടുത്തെ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം മാത്രമല്ല അന്ന് ശിവരാജ് സിംഗ് ചൗഹാനും ഒരു 3ാം ടൈമിന് വേണ്ടി നിൽക്കുകയാണ്. അതെ, അന്ന് സുഷമ സ്വരാജ് ഉണ്ട്, അരുൺ ജെയ്റ്റ്ലി ഉണ്ട്, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി, ഒരുപാട് പേരുണ്ട്. അന്നേരം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു പ്രൊജക്ഷനാണ് ആവശ്യമുണ്ടായിരുന്നത്. അന്നേരം അതാണ് പ്രശാന്ത് കിഷോർ ലക്ഷ്യമിട്ടത്. അതെ, ആ രീതിയിലാണ് പ്രശാന്ത് കിഷോർ അതിനെ കണ്ടതെന്ന് വേണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികൾ, അന്നേരം ഇപ്പം സുമോദിന് ഓർമ്മയുണ്ടായിരിക്കും, ഉദാഹരണത്തിന് 2014 അല്ലെ 2013 ആകുമ്പം വൈബ്രന്റ് ഗുജറാത്ത് എന്ന് ഭയങ്കര സംഭവമാണ്. പക്ഷെ അന്ന് പിന്നീട് പൊള്ളത്തരാണ് വ്യക്തമായെങ്കിൽ പോലും അന്നേരം അത് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പ്രസംഗം നടത്തി പോകുന്ന രീതിയാണ്. എന്നാൽ അതിനുശേഷം നടന്ന കുറേ 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം ആണ് എന്ന് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പല പരിപാടികളിലും പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നരേന്ദ്രമോദി വന്ന് 6-7 മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ടുണ്ട്. യൂത്ത് സമിതികളുണ്ടായി, മന്ഥൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം അങ്ങനെ ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഒരു ലൈനിലോട്ട് ഒരാളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റാണ് അന്ന് പ്രശാന്ത് കിഷോർ ചെയ്തത്. അക്കാര്യത്തിൽ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആളായിരുന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി 2014 അധികാരത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തെളിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം. ഇപ്പോൾ ജയന്ത് ഇപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ നാഷണൽ ബ്യൂറോ ഹെഡും ഡിപ്ലോമാറ്റിക് എഡിറ്ററുമാണ്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഈ രാഷ്ട്ര തന്ത്രജ്ഞന്മാരായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരായിരിക്കുന്ന ആൾക്കാർ അവർ രാഷ്ട്രീയക്കാരായി വരുമ്പോൾ വിജയിക്കാറുണ്ടോ? അല്ല, ഇങ്ങനൊരു തന്ത്രജ്ഞൻ ആദ്യമായിട്ടാണ് ഒരു മുൻകില രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പണ്ടുള്ള തന്ത്രജ്ഞന്മാരും ബാക്ക്റൂം ബോയ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവരിപ്പം കോൺഗ്രസിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രവീൺ ചക്രവർത്തിയോ ജയറാം രമേശോ ഇങ്ങനെയുള്ളവരൊക്കെ അതിനപ്പുറത്തോട്ട് അവർ പോകുന്നില്ലല്ലോ. ഒരു തന്ത്രജ്ഞനും ആദ്യമായിട്ട് ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒരു പദയാത്ര നടത്തി ഇലക്ഷൻ മാറ്റാം എന്നുള്ള രീതിയിലേക്ക് ആരും വന്നിട്ടില്ല. പിന്നുണ്ടായിരുന്ന ഒരു NGOയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ മോഡലുണ്ട്. പക്ഷെ പ്രശാന്ത് കിഷോറിനെ പോലൊരു മോഡൽ പ്രശാന്ത് കിഷോർ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ ഈ ഒരു സ്കെയിലിൽ. അത് എളുപ്പമല്ല. ഡൽഹി പോലൊരു സംസ്ഥാനമല്ല ബീഹാർ. ഇപ്പോൾ ബീഹാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നേരത്തെ സുമോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ EBC കാസ്റ്റ്, OBC കാസ്റ്റ്, മുസ്ലിംസ്, ഇതെല്ലാം ഉള്ളൊരു ഭയങ്കര കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ ഒക്കെ ഒരു ഭയങ്കര ഒരുപാട് ഘടകങ്ങളുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, ക്യാമ്പയിൻ നടത്തുക, ഇലക്ഷന് മത്സരിക്കാൻ പോവുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ നേതാവ് പ്രശാന്ത് കിഷോർ തന്നെയായിരിക്കും. അല്ല, ഈ ബീഹാറിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രി അത് ഇദ്ദേഹം വഴി തന്നെയായിരുന്നു, നിതീഷ് കുമാർ വഴി തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം നിതീഷ് കുമാറിൻ്റെ ഈ നേരത്തെ ജയൻ സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യം നരേന്ദ്രമോദിയെ 3ാം സ്ഥലത്തേക്ക് ജയിപ്പിക്കുന്നു. അതിനുശേഷം നിതീഷ് കുമാറിനെയും ഈ തരത്തിലുള്ള ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഒരു സുശാസൻ എന്നുള്ള ഒരു പ്രയോഗമാണ് നടത്തി കൊടുത്തത്. കാര്യം ആ നല്ല ഭരണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മോശം ഭരണത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അത് ജംഗിൾ രാജായിരുന്നു ഉണ്ടായിരുന്നത്, ലാലു പ്രസാദ് യാദവിൻ്റെ. അതിനു മുമ്പുള്ള ലാലുവിൻ്റെ ഒരു 15 വർഷം ഉണ്ടല്ലോ, അത് കാട്ടുഭരണമായിരുന്നു. അതൊക്കെ ധരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ നിതീഷിൻ്റെ ഒരു ബ്രാൻഡിങ് എങ്ങനെയാണ് അന്ന് പ്രശാന്ത് കിഷോർ നടത്തിയത്? അല്ല, സുബോധ് പറഞ്ഞു തന്നെയാണ് എൻ്റെ അത് ബ്രാൻഡിങ് എന്ന് വെച്ചാൽ ഈ യാദവ് മുസ്ലിം വോട്ട് കോമ്പിനേഷനുള്ള ലല്ലു യാദവിൻ്റെ ഭരണം അഴിമതി നിറഞ്ഞൊരു ഭരണമാണെന്നുള്ളൊരു ഇമേജ് ഉണ്ട്. കാരണം അഴിമതി ഈ കുറച്ച് നാൾ ഈ നിതീഷിൻ്റെ കുറച്ച് കാലം ഒഴിച്ചു നിർത്തിയാൽ അതിനു മുമ്പ് ബീഹാറിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും അഴിമതി വലിയ പ്രശ്നമായിട്ടുണ്ട്. ഇപ്പം ജഗന്നാഥ് മിശ്രയുടെ കാലത്താണെങ്കിൽ, അതിനുശേഷം ലല്ലു അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ അഴിമതി, ഇപ്പം BP സിംഗിൻ്റെ മൂവ്മെൻറ്റ് നടത്തുമ്പം കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ അഴിമതിക്ക് എന്നും മാർക്കറ്റുള്ളൊരു സംസ്ഥാനം, ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ളൊരു സംസ്ഥാനമാണ് ബീഹാർ. നമ്മുടെ ഒരു പൊതു സുഹൃത്തായ ജോസ് ജോസഫിൻ്റെ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ട്. കാര്യം ഒരു റോഡ് നിർമ്മാണത്തിനുള്ള പേപ്പറിലെല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷേ ഫിസിക്കൽ റോഡ് അവിടെ ഇല്ല. അത്രയും വലിയ അഴിമതിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് ബീഹാർ പ്രത്യേകിച്ചും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം അന്നെന്ന് പറഞ്ഞാൽ ചെക്ക് ഡാം ഉണ്ടാക്കുക, ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നല്ലോ. അന്നേരം ആ ഒരു കോൺട്രാസ്റ്റാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇവർ രണ്ടുപേരെ ഒന്നിപ്പിച്ച്
അതാണ് കൊണ്ടുവന്നു. കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രശാന്ത് കിഷോറിന്റെ ഒരു ഉപദേശമായിരുന്നല്ലോ ഈ BJP വിട്ടിട്ട് അടുത്ത പാളയം ശത്രുവായ ലാലു പ്രസാദ് യാദവിനെ തന്നെ പിടികൂടാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ അന്ന് ഈ BJP മുന്നണി വിട്ടുപോയ നിതീഷ് കുമാറിനെയും ലാലു പ്രസാദിനെയും രണ്ടുപേരെയും മോദി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തമ്മിലൊരു ഐക്യമുണ്ടാവുമല്ലോ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളൊരു സാധനം കൂടി വന്നു കഴിയുമ്പോൾ അങ്ങനെ ലാലുവും നിതീഷുമായി ഒരുമിപ്പിക്കുന്നതും ഇത് പ്രശാന്ത് കിഷോറിന്റെ സിമ്പിൾ കോമ്പിനേഷൻ ആണല്ലോ. ഇപ്പൊ അവർ രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞാൽ വോട്ട് ആഡ് ചെയ്യും, പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഐക്യം കൊണ്ടുവരുവാനും ആ ഒരു രീതിയിലൂടെ ക്യാമ്പയിൻ മാറ്റാനും പ്രശാന്ത് ഒരു സ്ട്രാറ്റജിസ്റ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു ക്യാൻവാസ് കൊടുത്തിട്ട് ഇങ്ങനെ പടം വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും. അതിനനുസരിച്ച് അദ്ദേഹം സ്ട്രാറ്റജി ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം അദ്ദേഹത്തെ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ആ കാലഘട്ടത്തിൽ നിതീഷ് കുമാർ അദ്ദേഹത്തെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആക്കി. എന്നാൽ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം വിട്ടു. പിന്നെയും രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ട് അദ്ദേഹം മാറി. നമ്മൾ കണ്ടതുപോലെ തന്നെ 2017 പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ വീണ്ടും അദ്ദേഹം ജയിപ്പിക്കുന്നു. YSR കോൺഗ്രസിന് വേണ്ടി ജഗന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം 2022 തമിഴ്നാട് DMK MK സ്റ്റാലിനും മമതാ ബാനർജിയുടെ ഇലക്ഷനോട് കൂടി അദ്ദേഹം പറയുന്നു, ഈ പണി ഞാൻ മതിയാക്കി, ഇനി ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നു. ഈ സ്റ്റാലിനെ വിജയിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം NDTV കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് പറയുന്നത് മമത സ്റ്റാലിന് രണ്ടും ഒന്നിച്ചായിരുന്നു ഇലക്ഷൻ. സ്റ്റാലിന് ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പറയുന്നത്, NDTVയോട് പറയുന്നത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ആ ഒരു പ്രചാരകന്റെ റോൾ അല്ലെങ്കിൽ ആ തന്ത്രജ്ഞന്റെ റോൾ അയച്ചു വെക്കുകയാണ്, ഇനി രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു കാര്യം. അദ്ദേഹം അതിനുശേഷം പിന്നീട് ഈ ഇതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം എങ്ങനെയാണ് തോന്നുന്നത്? കാര്യം ആദ്യം തന്നെ യാത്രയാണ് നടത്തുന്നത്, അതിനുശേഷമാണ് പാർട്ടി രൂപീകരിക്കുന്നത്. അല്ല, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്ന് പറഞ്ഞൊരു ടെസ്റ്റഡ് സംഭവമാണ്. ഇപ്പം YS രാജശേഖർ റെഡ്ഡിയുടെ യാത്ര, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഉണ്ടല്ലോ. അന്നേരം യാത്ര ഏതൊക്കെ നേതാക്കൾ നടത്തിയിട്ടുണ്ട് അവരെല്ലാം അതിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അദ്വാനിയുടെ രഥയാത്ര, അവസാനം നമ്മൾ കണ്ട രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, പ്രശാന്ത് കിഷോറിൻ്റെ യാത്രകൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഭയങ്കര മൈലേജ് കൊടുക്കുന്നൊരു സാധനമാണ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അരവിന്ദ് കെജ്രിവാളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ നേതൃത്വം ഒന്നും ശരിയല്ല, അതിനപ്പുറം ഒരു രാഷ്ട്രീയ നേതൃത്വം ബീഹാറിന് ആവശ്യമുണ്ട്. ബീഹാറിൻ്റെ പ്രശ്നം പറയുന്ന, ബീഹാറിനെ മനസ്സിലാക്കുന്ന, ബീഹാറിന് പുരോഗമനം കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം വേണം. ആ ഒരു രീതിയിലോട്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ട് ഒരു പദയാത്ര നടത്തി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. പക്ഷേ ബീഹാറിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തൊരു കാലത്തോളം ഇപ്പോഴും ബീഹാറിൻ്റെ ഒരു പ്രധാന രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടുത്തെ കാസ്റ്റാണ്. പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ എൻ്റെ ഒരു ചോദ്യം അത് തന്നെയാണ് സാറേ അടുത്തത്. കാര്യം ഈ കാസ്റ്റിനെ ഒരു ബേസ് ചെയ്താണ് എപ്പോഴും ബീഹാർ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യാദവ് കൂടുതൽ ഗുണം കിട്ടുന്നു, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇതുപോലെ പട്ടികജാതി പട്ടികവർഗം OBC ഇതായിരുന്നു ഒരു യാദവ് വോട്ട്. പക്ഷേ അതിനെതിരായിട്ടൊരു എല്ലാവരും കൂടി ഒരുമിപ്പിക്കാൻ അവിടെ BJPക്ക് കഴിയുമ്പോഴാണ് BJP + JDU അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് ഇക്വേഷനെ എങ്ങനെ മറികടക്കാൻ ഈ പ്രശാന്ത് കിഷോറിന് കഴിയും? അല്ലെ, കാസ്റ്റ് ഇക്വേഷനെ മറികടക്കുന്നതിലുപരി അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എങ്ങനെ കഴിയും എന്നുള്ളതാണ് ചോദ്യം. കാരണം BJP അങ്ങനെയുള്ള രാഷ്ട്രീയമാണ്, അല്ലാതെ കാസ്റ്റ് വിട്ടിട്ട് ബീഹാറിൽ ഇതുവരെ ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യം, പ്രൊഫസർ, മുൻ IPS ഉദ്യോഗസ്ഥർ, എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആ കാസ്റ്റ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. ഉദാഹരണം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് ഒരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മണാണ്. അപ്പർ കാസ്റ്റുകൾക്ക് വലിയ പ്രാമുഖ്യമില്ലാത്ത, ജനസംഖ്യയിൽ വലിയ ഇതില്ല. അവിടുത്തെ അപ്പർ കാസ്റ്റുകളെ ബ്രാഹ്മണായാലും ഭൂമിയാറായാലും താക്കൂറായാലും അങ്ങനെയുള്ളവർക്ക് വലിയ ജനസംഖ്യ ഇല്ല. സർനെയിം തന്നെ അദ്ദേഹം മറച്ചു വെക്കുകയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സർനെയിം ഉണ്ട്, അദ്ദേഹം പ്രശാന്ത് കിഷോർ. അത് കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റൊക്കെ നോക്കിയാൽ ബീഹാറിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റാണ് EBC. കഴിഞ്ഞ ബീഹാർ സർക്കാരിൻ്റെ ഒരു സെൻസസ് അനുസരിച്ചിട്ട് 34% അവരുണ്ട്. അതിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ കൊടുത്തേക്കുന്നത്. അന്നേരം പ്രാതിനിധ്യപരമായി തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് അദ്ദേഹം സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഏതാണ്ട് 7.5 കോടി പുതിയ വോട്ടേഴ്സുണ്ട്. അന്നേരം മറ്റ് ജാതിയിലുള്ളവർ ഇപ്പം കാസ്റ്റിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാർ ചിന്തിച്ച് പ്രശാന്ത് കിഷോർ നോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെ എന്നാലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം നമ്മൾ കഴിഞ്ഞ 35 വർഷം ബീഹാറിൽ കണ്ട രാഷ്ട്രീയം ഇപ്പം മാറുകയാണ്. ഇപ്പോൾ ഒരു ആവറേജ് 18 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ സോഷ്യൽ ചേഞ്ച്, അക്കാലത്ത് ഒരു 90കളിലെ ഒരു വലിയ സോഷ്യൽ ചേഞ്ചിനെ പറ്റി അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അവർ ലല്ലു നതീഷിനപ്പുറം അവരുടെയും അവരുടെ പേരൻസിൻ്റെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്നത് മൊത്തം ലല്ലുവും ബീഹാറും
നിതീഷ് കുമാർ ഒരു പൊളിറ്റിക്സ് പ്രദേശമാണ്. അതെ, ബീഹാർ ബ്രദർ ബീഹാർ, ശങ്കർഷൻ ഠാക്കൂറിൻ്റെ പുസ്തകം പോലെ ബ്രദർ ബീഹാറി എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ്. എന്നാൽ അതിൽ നിന്ന് മാറുന്ന ഒരു തലമുറ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെ വരുമോ? അതിലാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. അതിന് ഇപ്പം നമ്മൾ പ്രശാന്ത് കിഷോർ ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ ഗെയിം അടുത്ത ഇലക്ഷൻ ആയിരിക്കും, ഈ ഇലക്ഷൻ ആയിരിക്കില്ല. പക്ഷേ ഈ ഇലക്ഷൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കും. പിന്നെ പുള്ളി ക്യാമ്പയിൻ്റെ രീതി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ 35 വർഷമായിട്ട് കറപ്ഷനെ പറ്റി വലിയ ചർച്ചയൊന്നുമില്ല. കുറച്ചൊക്കെ ഉണ്ട്, BJP പറയുമെങ്കിലും അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് RJDക്ക് അത് പറയാൻ പറ്റത്തില്ല. കാരണം ലല്ലുവിൻ്റെ കേസും അതൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ പറയാറില്ല. അതുകൊണ്ട് ബാക്കി സോഷ്യൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ദിവസം തന്നെ കേസ് വന്നത്. അതിൽ ഇപ്പം നമ്മൾ പ്രശാന്ത് കിഷോറാണ് കുറേ നാളുകൾക്ക് ശേഷം അവിടുത്തെ ഒരു BJPയുടെ ഉപമുഖ്യമന്ത്രിയായ സമ്രാട് ചൗധരിക്കെതിരെ വലിയ ആരോപണമൊക്കെ പറഞ്ഞിട്ട് കറപ്ഷനെ വീണ്ടും പുള്ളി ഒരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതായത് കറപ്ഷൻ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതൊരു ഇലക്ഷൻ ഇഷ്യൂ ആവും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസ് 2014 തോക്കുന്നത്, അരവിന്ദ് കെജ്രിവാൾ 11 വർഷം ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നത്, അവസാനം എല്ലാം തെറ്റിപ്പോയെങ്കിലും. അതിന് കറപ്ഷൻ ഇപ്പോഴും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് അതിൻ്റെ അകത്ത് ജനങ്ങളെ ബോധിപ്പിച്ചു വന്നാൽ അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. അതിനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ സോഷ്യൽ എഞ്ചിനീയറിങ്, പുതിയ ചെറുപ്പക്കാർ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫ്രഷായിട്ട് ഒരാൾ വരുന്നു, ലല്ലുവും നിതീഷും ഒരു പക്ഷേ ആ ജനറേഷൻ മാറുന്നതിൻ്റെ ഒരു ശൂന്യതയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം കൂടെ ചേർന്നൊരു കോമ്പിനേഷനിലോട്ടാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പ്ലേസ് ചെയ്യുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ ഒന്ന് പ്രശാന്ത് കിഷോറിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞത, അതിനുശേഷമുള്ള യാത്രകൾ, പിന്നീട് അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നു. ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 2 ഒരു ഗാന്ധി ജയന്തി ദിവസത്തിലാണ് അദ്ദേഹം പാർട്ടി രൂപീകരിച്ചത്. അതായത് 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ നടക്കുന്ന പല സർവേകളിലും ഒരു 9 മുതൽ 10% വരെ വോട്ട് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് കിട്ടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 15 സീറ്റിലേക്ക് വരെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അത് സീറ്റായി കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവർക്കൊരു ഹംഗ് അസംബ്ലിയിൽ വലിയ ചാമ്പ്യനാകാൻ കഴിയുമോ? അതോ ഈ പറയുന്ന പോലെ ഈ ഇത്രയും ശതമാനം വോട്ട് കിട്ടിയാൽ പോലും അവർക്ക് ഈ പറയുന്ന പോലത്തെ സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പറ്റുമോ, എണ്ണം കിട്ടുമോ? എന്തായിരിക്കും സാറിൻ്റെ വിലയിരുത്തൽ? എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജ് വോട്ട്. ഉദാഹരണം 1% രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിൽ. കാരണം കേരളത്തിലെ വോട്ട് പെർസെൻറ്റേജ് പോലൊക്കെ ഇരിക്കും മിക്ക ഇലക്ഷനിലും. വളരെ ടൈറ്റ് മത്സരമാണ്. 52 സീറ്റിലാണ് 5000 താഴെ വോട്ടിന് തോൽവി നടന്നത്. അതെ, അന്നേരം അങ്ങനെ ഒരു ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ബീഹാർ എന്ന് പറയുന്നത്. അന്നേരം അവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇയാളൊരു വോട്ട് കട്ടറായിരിക്കുമോ, അതോ ഇയാളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മേടിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കുന്നൊരു പാർട്ടി ആയിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വോട്ട് കട്ടറായിട്ട് മാറുകയാണെങ്കിൽ പുള്ളി എല്ലാവർക്കും ഉപയോഗപ്പെടും. കാരണം ആര് അധികാരത്തിൽ വന്നാൽ അത്ര സീറ്റിലോട്ട് അദ്ദേഹം എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു രീതിയിലോട്ട് രാഷ്ട്രീയം മാറും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനപ്പുറം പുള്ളിയുടെ ഗെയിം, ഒന്നാമത് പറഞ്ഞാൽ പ്രശാന്ത് കിഷോറിന് വലിയ പ്രായമില്ല, 47-48 വയസ്സുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്ക് അടുത്ത 25 വർഷം പുള്ളിയുടെ ഉണ്ട്. അന്നേരം അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോഴേ നിങ്ങളൊരു കോംപ്രമൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ എല്ലാവരെയും അധികാരം കറപ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ആ രീതിയിലാവുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ വോട്ട് പെർസെൻറ്റേജ് 9% കിട്ടുന്നത് എങ്ങനെ കിട്ടും, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഇലക്ഷന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ചൂടിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യം നിറയൊഴിക്കുന്നത് സാമ്രാട് ചൗധരിക്ക് എതിരെയാണ്. ഉപമുഖ്യമന്ത്രി, അദ്ദേഹം നേരത്തെ കൊലപാതക കേസിൽ വരെയൊക്കെ പ്രതിയായിരുന്ന ആളാണ്. അവർ പിന്നെ ഊരി പോവുകയാണ് ചെയ്തത്. അതിനുശേഷം നേരെ വരുന്ന രാഘോപൂരിലെത്തുന്നു. അതായത് തേജസ്വി യാദവിൻ്റെ മണ്ഡലത്തിൽ ഞാൻ പ്രചരണം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഈ രണ്ട് മുന്നണി ഇതുവരെ രാഷ്ട്രീയം ആ തരത്തിൽ പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയം പറയാതിരുന്ന പ്രശാന്ത് കിഷോർ ഈ രണ്ട് മുന്നണികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ്, നേതാക്കന്മാർക്കെതിരെ. അല്ല, രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. ഒരു പുതിയ പാർട്ടി വരുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പാർട്ടിയും ശരിയല്ല, ഒരു നേതാവും ശരിയല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസക്തി ഉള്ളല്ലോ. ആ രീതിയിലുള്ള രാഷ്ട്രീയമാണ്. ഇപ്പം പല റിപ്പോർട്ടുകളും ഇപ്പം പറയുന്നുണ്ട് തേജസ്വി യാദവിനെതിരെ പോലും ചിലപ്പം പ്രശാന്ത് കിഷോർ മത്സരിക്കും. അങ്ങനെ രണ്ട് മുന്നണികളെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ശരിയല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനൊരു സാങ്കത്യമുള്ളൂ, ഒരു പ്രസക്തിയുള്ളൂ. ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ തുടങ്ങുന്നത്. അല്ലേ, ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം വളരെ ശക്തമായ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു, അതിന് ഫലം കിട്ടുന്നത് BJPക്ക്. ഇവിടെ ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി വളരെ ശക്തമായി തന്നെ പോരാടുന്നു, BJP എതിരായിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് മൂന്നാമതൊരു മുന്നണിയായിട്ട് മത്സരിക്കുന്നു, ഫലം കിട്ടുന്നത് BJPക്ക്. അങ്ങനെ ഒരു രണ്ട് പ്രധാനപ്പെട്ട എതിരാളികളുണ്ടപ്പോൾ അതിന് ഗുണം കിട്ടുന്നത് BJPക്കാണ്. അങ്ങനെ ഒരു ഗുണം ബീഹാറിൽ BJP സഖ്യത്തിന് കിട്ടാൻ സാധ്യതയുണ്ടോ?
നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ BJP പോലൊരു പാർട്ടി BJP മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രശാന്ത് കിഷോർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പുള്ളി എടുത്തത് CAA-ക്കെതിരാണ്. അതിനെ പുള്ളി പറയുന്നുണ്ട്. അന്നേരം ഒരു വശത്ത് BJP പോലുള്ളൊരു പാർട്ടി BJP അങ്ങനെ നിൽക്കുന്ന അതൊരു പാർട്ടി. ബാക്കി നമ്മൾ കാണുന്ന മിക്കവാറുള്ള എല്ലാ പാർട്ടികളും ഏതാണ്ട് ഒരുപോലുള്ള പാർട്ടികളാണ്. അന്നേരം തീർച്ചയായിട്ടും BJPയുടെ ശക്തിയായിട്ട് BJP നിൽക്കുക. അന്നേരം BJPക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് ചെയ്താൽ മതി. കാരണം BJPയുടെ കോർ വോട്ടും കോർ ഐഡിയോളജിയും കോർ ചോദിക്കുന്നത് ഈ പ്രശാന്ത് കിഷോർ പിടിച്ചു മാറ്റുന്ന വോട്ട് സഹായിക്കുന്നത് BJP ആയിരിക്കുമോ? ഇത് ഇപ്രാവശ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. അന്നേരം ഈ കാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പർ കാസ്റ്റുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നില്ല. നമ്പർ 1, അവിടുത്തെ അപ്പർ കാസ്റ്റുകൾക്ക് 2 തരത്തിലാണ് അവരതിനെ കാണുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അതിൽ പലർക്കും ഈ ലലുവിൻ്റെ അവിടുത്തെ ആൾക്കാർ പറയുന്ന പോലുള്ള ആ ഒരു ജംഗിൾ രാജ് വേണോ, അതിനോട് ആപത്തിയുള്ളവരുണ്ട്. എന്നാൽ അത് ഉണ്ടായപ്പോൾ തന്നെ അതിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, വോട്ട് ചെയ്യാത്തവർ. എന്നിട്ട് ഒരു ഭയങ്കര കോംപ്ലക്സ് സിസ്റ്റമാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ BJPയുടെ വോട്ട് ഇദ്ദേഹം കൊണ്ടുപോയില്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ക്യാമ്പയിനൊക്കെ പിക്കപ്പ് ചെയ്ത് ഇന്ത്യ സഖ്യത്തിലാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ ഒരു. രണ്ട് മുന്നണിയിലെയും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം പുതിയൊരു പാർട്ടിയാണല്ലോ. ഇനി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം, ഈ PK എഫക്റ്റ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അങ്ങയുടെ വിധത്തിൽ? ഒരു ഡൽഹിയിൽ കേജ്രിവാൾ ശ്രമിച്ചതുപോലെ ഉള്ളൊരു സംഭവമാണ്. അന്നേരം ആദ്യം കേജ്രിവാൾ ഇലക്ഷൻ എന്നപ്പോൾ എങ്ങനെ ഇരുന്നു, ഒരു ടെസ്റ്റ് കേസാണ്. അന്നേരം ഈ ടെസ്റ്റ് കേസ് എങ്ങനെ പോവോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അല്ലെങ്കിൽ നമ്മൾ ആരും കാണാത്ത എന്തെങ്കിലും അണ്ടർ കറണ്ട് അവിടെ ഉണ്ടെങ്കിൽ അത് വേറെ ആയിരിക്കും. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാമല്ലോ. പക്ഷേ ഒരു പുതിയ 35 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു പുതിയ രാഷ്ട്രീയ ശക്തി അവിടെ ഉദിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ 2024 ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത്. പ്രശാന്ത് കിഷോറുമായി വളരെയധികം അടുത്ത് ഇടപഴകുകയും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞത അടുത്തു നിന്ന് കാണുകയും ചെയ്ത ജയന്ത് ജേക്കബ് തന്നെയാണ് നമുക്കിപ്പോൾ അതിഥിയായിട്ട് ലഭിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളും എങ്ങനെയായിരിക്കും ഇനി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നമുക്ക് ഒരുമിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി 14-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.